പ്രിയമുള്ള മാളോരെ, ഈ അസ്ഥിരപുരം വാഴും മഹാരാജാവും ദേശക്കാർക്ക് മോശക്കാരനുമായ PC ശങ്കുരു ഇതാ എഴുന്നള്ളുന്നേ എന്റെ അമ്മയ്ക്ക്. ഇത് PC ശങ്കുരു. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊട്ടാരൻ ജീവിയാണ് ഇദ്ദേഹം. ആരെവിടെ? തൊണ്ട പൊട്ടിക്കണ്ട, ആനിവിടെ ഉണ്ട്. എടോ അതല്ല, ആരാ അവിടെ? എവിടെ? ദാണ്ടെ അവിടെ. ഓ അതാണോ? അത് കൊട്ടാരത്തിലെ ഫ്യൂസൂരാമെന്ന ലൈൻമാനാ. എന്ത്? ഈ അസ്ഥിരപുരം കൊട്ടാരത്തിന്റെ ഫ്യൂസൂരാൻ മാത്രം ധിക്കാരമോ? രാജൻ, കറണ്ട് ചാർജ് അടച്ചിട്ട് മാസങ്ങളായി. എന്തോ ഒരു കിളികിലിങ്ങനെ ശബ്ദം കേൾക്കുന്നു. മഹാരാജൻ, ദേ അങ്ങോട്ട് നോക്കിയേ, ഒരു ആന. ആഹാ, എന്തൊരു ഗാംഭീര്യം, എന്തൊരു ചന്തം. ആട്ടെ ബട, ഏതാ ആന? അത് മനസ്സിലായില്ലേ? ഇല്ല. ആ കറുത്ത് തടിച്ച് പൊക്കത്തില് മുന്നിൽ നടക്കുന്നതാണ് ആന, പിറകെ പോകുന്നത് പാപ്പാൻ. ഓ അതല്ലടാ ബട, ആന ആരുടേതാണെന്നാണ് ചോദിച്ചത്. അതതിന്റെ മുതലാളിയുടെ. ആരാ മുതലാളി? അതിന് തീറ്റ കൊടുക്കണത്. എടാ തീറ്റ കൊടുക്കുന്നത് ആരാന്നാ ചോദിച്ചത്. അതാണോ ചോദിച്ചത്? അല്ല എന്റെ മുതലാളി. ഓ നിന്നെയൊക്കെ തീറ്റി പോറ്റണ എന്നെ വേണം തല്ലാൻ. അയ്യോ, നീ എന്തിനാണ് എന്നെ തല്ലിയത്? ആ രാജാവല്ലേ പറഞ്ഞ തീറ്റിപ്പൊട്ടുന്ന ആളെ തല്ലാൻ. കൊല്ലാൻ പറയാഞ്ഞത് നന്നായി. വീരവീര പരാക്രമിയും ഹസ്തിനപുരത്തിന്റെ അഭിമാനവുമായ മന്ത്രി ഗോപാലൻ കളത്തിപ്പറമ്പിൽ ഇതാ എഴുന്നള്ളുന്നേ. എന്താടാ ഇത്? ചെണ്ടയില്ല, പകരം തൊണ്ട വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാ. മണ്ട. വണക്കം പ്രഭു, വണക്കം. മന്ത്രി വരുമ്പോൾ ജനങ്ങൾ ഒരുപാട് കോമഡികൾ പ്രതീക്ഷിക്കും. പക്ഷെ ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനാണ് മന്ത്രിയെ വിളിപ്പിച്ചത്. എന്താണ് പ്രഭു? എന്റെ മകളുടെ വിവാഹകാര്യം മന്ത്രിക്ക് അറിയാമല്ലോ. എന്റെ മകൾ ജീവിതത്തിൽ ഇന്നേ വരെ ചിരിച്ച് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പ്രഭു, അങ്ങയുടെ മകളുടെ മുഖം കണ്ടാലും അയ്യോ, വന്നപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പുളിച്ച കോമഡി പറയല്ലേന്ന്. മന്ത്രി, നമ്മുടെ മകളുടെ കല്യാണക്കാര്യത്തെ കുറിച്ച് പറയൂ. ഈ കല്യാണം ഞാൻ കലക്കുവോ? കല്യാണം ഞാൻ തകർക്കുന്ന ഈ കല്യാണം ഞാൻ അടിച്ചു പൊളിക്കുന്ന രാജാവേ, ഈ കല്യാണം ഞാൻ അങ്ങനെ പറ. മന്ത്രിയുടെ മകളുടെ കല്യാണക്കാര്യം എന്തായി? രണ്ടാമത്തെ മകളുടെ കല്യാണം ഉറപ്പിച്ചു പ്രഭു. എന്ത്? മൂത്തവൾ പരിതറിഞ്ഞു നിൽക്കുമ്പോൾ രണ്ടാമത്തവളുടെ കല്യാണം നിശ്ചയിക്കുകയെ? മൂത്തവള് പെരല്ലേ നിറഞ്ഞു നിൽക്കണത്, രണ്ടാമത്തവളോടെ വയറ് നിറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം 7 ആയി. എന്താ ഒരു വല്ലാത്ത മണം? നമ്മുടെ രാജഗുരു വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമസ്കാരം പ്രഭു. നമസ്കാരം ഗുരു. ഗുരുവിനെ നാം വിളിപ്പിച്ചത് കബഡി നിർത്തുന്ന കാര്യം പറയാനാണ്. കബഡി 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 എന്റെ ഗുരു കബഡി കളിക്കാനല്ല പറഞ്ഞത്, കബഡി നിരത്താനാ. ഓ അങ്ങനെയാണോ? ഇവിടെ ഒരു അപകടം സംഭവിക്കാൻ പോകും. ഇവിടെ ആർക്കാണ് ബൈക്ക് ഓടിക്കാൻ അറിയുന്നത്? എന്താ ഗുരു? സത്യം പറ, ഇവിടെ ആർക്കാണ് ബൈക്ക് ഓടിക്കാൻ അറിയുന്നത്? എനിക്കറിയാം. എന്താ ഗുരു? അണ്ണ അത്യാവശ്യമായിട്ട് വീട് വരുന്ന പോണം, കബഡി എടുക്കാൻ മറന്നുപോയി. ഇനി കാര്യം പറഞ്ഞു ഗുരു. മകളെ കുറിച്ച് ഓർത്ത് മാത്രമാണ് എന്റെ സങ്കടം. എന്ത് സങ്കടം? അവളൊന്ന് തിരിച്ചു കാണാൻ ഞങ്ങൾ എന്തുമാത്രം കൊതിച്ചെന്നറിയാമോ? ആരിവിടെ? ഞാനിവിടെ. രാജ്യമൊട്ടാകെ ഒരു വിളംബരം നടത്തണം. ജീവിതത്തിൽ ഇന്ന് വരെ ചിരിച്ചിട്ടില്ലാത്ത നമ്മുടെ മകളെ ആര് ചിരിപ്പിക്കുന്നുവോ അവൾക്ക് നാം നമ്മുടെ കുമാരിയെ വിവാഹം ചെയ്തു കൊടുക്കുന്നതാണ്. ഉത്തരവ്. പ്രിയമുള്ളവരെ, PC ശങ്കുരു മഹാരാജാവിന്റെ മകളെ ആര് ചിരിപ്പിക്കുന്നു അയാൾക്ക് ആ സാദരത്തിനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണെന്ന് മഹാരാജാവ് ഉത്തരവിട്ടിരിക്കുന്നു. கட்டிப்பூடி கட்டிப்பூடிடா கண்ணாள கண்டபடி கட்டிப்பூடிடா
விட்டு கட்டி பூடிடா கட்டில் வாரி முத்தம் தானடா வரியே மிச்சமின்றி கட்டி மூடிடா கட்டி பூடிடா கண்ணாள கண்டபடி கட்டி பூடிடா எந்த இடத்தில் சுகம் மிக அதிகம் கண்டுபிடிப்பேன் அந்த இடத்தில் நண்டு பிடிப்பேன். சுந்தரியே செந்தமிழில் பெண் கோடியே மஞ்சள் மணம் பூசி வரும் மார்கழிதல் பைங்கிழியே தென்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு தென்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு தெம்மாங்கு தேனே முன்னில் வா பாண்டி கோலமையில் வா தெம்மாங்கு தேனே முன்னில் வா பாண்டி கோலமையில் வா. ما زهان الوقت لو منتو انت سعد القلب وشراكه انتو يلي بيك ملكتون الرضا والطيب واخلاقه ارحموا من بهجه حكمتون. എന്താ മന്ത്രി? കോമഡി പ്രഭു, കോമഡി മോട്ടില്ല, കോമഡി എമ്മാതിരി കോമഡിയാ. എന്നിട്ട് നമ്മുടെ മകൾ ചിരിച്ചോ? ഇല്ല, ഒറ്റയാക്കും രാജകുമാരിയെ ചിരിപ്പിക്കാൻ കഴിഞ്ഞില്ല പ്രഭു. ഈശ്വര, എന്റെ മകൾ വഴിയാധാരമായല്ലോ. പ്രഭു ചിരിച്ചു, പ്രഭു ചിരിച്ചു. അങ്ങയുടെ മകൾ പൊട്ടി 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 ചിരിച്ചു പ്രഭു. നമുക്ക് സന്തോഷമായി. ആരാണ് നമ്മുടെ മകളെ ചിരിപ്പിച്ച ആ പ്രതിഭ? ഇതുവരെ ഈ ദേശത്തൊന്നും കണ്ടിട്ടില്ല മഹാരാജൻ. എന്തൊരു സൂര്യ തേജസ്സാണ് ആ മുഖത്ത്. ആ മുഖം കണ്ടാൽ അറിയാം സത്യസന്ധനും സദ്ഗുണ സമ്പന്നനുമാണെന്ന്. എങ്കിൽ ആ സത്യസന്ധനെ വിളിക്കൂ. വന്നാലും താങ്കൾ ഏത് ദേശത്തു നിന്ന് വരുന്നു? ഞാൻ കേരള ദേശം വാണിരുന്ന ലീഡർ മഹാരാജാവിന്റെ കണ്ണിലുണ്ണിയായ മകനാ. എന്റെ മകളെ ചിരിപ്പിക്കാൻ എന്ത് തമാശയാണ് കുമാരൻ പറഞ്ഞത്? പറയൂ, എനിക്ക് കേൾക്കാൻ കൊതിയായി. ഞാൻ തമാശയൊന്നും പറഞ്ഞിട്ടില്ല. സത്യസന്ധമായ ഒരു കാര്യം തുറന്നു പറഞ്ഞു. എന്ത് കാര്യം? അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം കേരളം ഭരിക്കുന്നത് ഞാനും എന്റെ അച്ഛനുമായിരിക്കുമെന്നുള്ള സത്യം. ഇത് കേട്ടാൽ ആരാ ചിരിക്കാതിരിക്കുക? ഏതായാലും നാം പ്രഖ്യാപിച്ച പ്രകാരം എന്റെ മകളെ താങ്കൾക്ക് വിവാഹം കഴിച്ചു തരാം. അതായിരിക്കും അവളുടെ വിധി. എനിക്ക് വേണ്ട. എങ്കിൽ രാജ്യത്തിന്റെ പകുതിയും ഇവിടുത്തെ വ്യവസായങ്ങളും ഖജനാവിന് ലക്ഷങ്ങളും തരാം. അതൊന്നും എനിക്ക് വേണ്ട. പിന്നെ തനിക്ക് എന്ത് വേണം? എനിക്ക് ദേ ഈ കസേര മാത്രം മതി. അവനവൻ കളിക്കുന്ന പൊളിറ്റിക്കൽ കളികളിൽ ഗുലുമാ, അവരവർക്ക് ഇരിക്കണ കസേരക്ക് പിടിവലി ഗുലുമാ, ചെയറ് കിറ്റാലും ഗുലുമാ.